ഇതാണ് ഞാൻ സംസാരിക്കായിരുന്നത്. എനിക്കറിയാം നിങ്ങളുടെ സംസാരിച്ച് വരുമ്പോൾ ഈ കോലത്തിലാവും. ഭയങ്കര വിഷമത്തിലായിപ്പോയി വയസ്സിന്. ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആയപ്പോഴത്തേക്കും കൊണ്ട് താങ്ങാൻ പറ്റണില്ലായിരുന്നു. എല്ലാ ദിവസവും ഇരുന്ന് കുടിക്കും. കണ്ണൻ്റെ കല്യാണം റിസപ്ഷൻ്റെ അന്നാണ് ഞാൻ അവസാനമായിട്ട് കുടിച്ചത്. കാർത്തികേ, നല്ല അടിപൊളി ഒരു പെണ്ണ് വരുവാടാ, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന, അവളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് നിനക്കും മാറാൻ പറ്റുന്ന ഒരു സമയം വരുമടാ എൻ്റെ കാർത്തിക് സൂര്യ. ആ ഒരു സമയം വരാനുള്ളതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ഒരു ബ്രേക്കപ്പ്. അതല്ലാതെ അതിനെ തലക്കെടുത്ത് കുടിച്ച് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാർത്തിക് സൂര്യയെ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നമ്മുടെ എനർജറ്റിക് ആയിട്ടുള്ള കാർത്തിക് സൂര്യയാണ്. നമ്മുടെ ആ മുത്തുമണീനെയാണ് നമുക്ക് വേണ്ടത്. ആ പഴയ മോളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആർത്ത് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാർത്തിക് സൂര്യ ഉണ്ടല്ലോ, ആ കാർത്തിക് സൂര്യയെ നമുക്ക് വേണം. വേറെ ആരെക്കുറിച്ചോ അല്ല, സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന കാർത്തിക് സൂര്യ എന്ന വ്ളോഗറെ കുറിച്ചാണ്. കാർത്തിക് സൂര്യ എന്ന വ്ളോഗറെ ഞാൻ പരിചയപ്പെടുന്നത്, അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ അറിയുന്നത് ഒരു 4 വർഷം മുൻപാണ്. കാരണം നേരിട്ട് പരിചയമൊന്നുമില്ല. സോഷ്യൽ മീഡിയ വഴി ഞാൻ അദ്ദേഹത്തെ അറിയുന്നത് 4 വർഷങ്ങൾക്ക് മുൻപാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണുന്നത്, ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ അലറി വിളിക്കുന്ന ഒരു വീഡിയോ ആദ്യം കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു അലോസരപ്പെടുത്തുന്ന രീതിയിൽ തോന്നിയ വ്യക്തി പിന്നെ 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 പതിയെ പതിയെ അയാളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. എപ്പോഴാണ് അയാളുടെ ഒരു എപ്പിസോഡ് വരുന്നത് എന്ന് കാത്തിരിക്കുന്ന ഒരവസ്ഥ വരെ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാറില്ല, തിരക്കാണ്, അതുകൊണ്ടാണ് കാണാത്തത്. പക്ഷേ ആ സമയങ്ങളിൽ ഞാനും പിച്ച വെച്ച് തുടങ്ങിയ ആ സമയത്ത് എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. ആദ്യം ഇഷ്ടപ്പെടാത്ത ഞാൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഫാൻ ബോയ് ആയി മാറിയെന്ന് തന്നെ വേണം പറയാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിച്ച് മറ്റുള്ളവരെയും കൂടി എന്താ പറയുന്നത് ആഘോഷത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു തരം പ്രത്യേക വീഡിയോസ്, ഒരുപക്ഷെ കേരളത്തിലെ ബ്ലോഗർമാർ ഇന്നേ വരെ പരീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക സ്റ്റൈൽ വീഡിയോസ് അദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴായിട്ട് കണ്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇതിനിടയിൽ ഒരു 2-3 ചാനലിൽ ഇങ്ങനെ പരിപാടികളിലൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വ്ളോഗ് അത്രമേൽ ശ്രദ്ധിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ 2 ദിവസം മുൻപ് ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. ആ വീഡിയോ കണ്ടപ്പോൾ പതിവിൽ നിന്ന് വിരുദ്ധമായ രീതിയിൽ, വിപരീതമായിട്ടുള്ള രീതിയിലാണ് കാർത്തിക് സൂര്യയെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ചിരിച്ചും മനുഷ്യരെ എൻഗേജ് ചെയ്യിപ്പിച്ചും വീഡിയോയിലൂടെ കടന്നു വന്ന ആ വ്ളോഗർ തൻ്റെ വ്ളോഗിലൂടെ കരയുന്ന ഒരു രംഗം. അതിൻ്റെ കാരണം അദ്ദേഹം ഇഷ്ടപ്പെട്ട, അദ്ദേഹം സ്വന്തമാക്കാൻ തീരുമാനിച്ച, അദ്ദേഹത്തിൻ്റെ എല്ലാമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെണ്ണ്, അവർ തമ്മിൽ ഒരു തേപ്പോ മറ്റുള്ള പരിപാടിയൊന്നുമല്ല എന്നുള്ളത് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൽ നിന്നും ആ പെൺകുട്ടി മാഞ്ഞുപോയി, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അദ്ദേഹത്തെ വിട്ടുപോയി എന്നുള്ളതാണ് പരസ്പരമുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണം യഥാർത്ഥത്തിൽ നിശ്ചയിച്ചിരുന്ന ദിവസമാണ് അദ്ദേഹം ഈ വ്ളോഗ് ഇടുന്നത്. മെയ് 7-ാം തീയതിയാണ്. അപ്പോൾ ആ വീഡിയോയിൽ വന്ന കാർത്തിക് സൂര്യയെ കണ്ടപ്പോൾ സങ്കടമായിപ്പോയി. കാരണം അങ്ങനെ ഒരാളെ ഒരിക്കൽ പോലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഈ കിടക്കണ ഷീറ്റിട്ട വീട് കിടക്കണതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വലിയ വീട് വേണമെന്നൊന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായതുകൊണ്ടാണ് എനിക്കൊരു വീട് വെക്കണമെന്നൊക്കെ തോന്നി. അവർ രണ്ടുപേരും ഹാപ്പി ആയിരിക്കണം. ആരാണോ എന്തോ വരാൻ പോകണം എനിക്കറിയില്ല. അവർ നോക്കുന്നുണ്ട്, നോക്കിക്കോട്ടെ. ആരായാലും വരുമ്പോൾ ഞാൻ പറയും, ഞാൻ ഇങ്ങനെയാണ്, മനസ്സിൽ വെച്ചുകൊണ്ടൊന്നും പെരുമാറാറിയില്ല. ഉള്ളിലുള്ളതൊക്കെ അപ്പത്തോ തന്നെ ഞാൻ പുറത്ത് പറയും. മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ആളെ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആളെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. ഒരു പക്ഷേ ഇന്നേ വരെ നമ്മൾ ചിലപ്പോൾ കാർത്തിക് സൂര്യ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകില്ല. അപ്പോൾ ആള് ആ പെൺകുട്ടിയുമായിട്ടുള്ള റിലേഷന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും, ഞാൻ കുറച്ച് പകുതിയിൽ നിന്നാണ് ഈ വീഡിയോ പ്ലേ ചെയ്യുന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുമൊക്കെ മറ്റൊരു ആലോചനയുമായിട്ട് പോകുന്നുണ്ട്. ഇനി ഞാൻ
ഒന്നും നോക്കുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ടുവരട്ടെ, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവർ തമ്മിലുള്ള അവർ പറയാൻ ആഗ്രഹിക്കാത്ത പ്രൈവസിയിലേക്ക് പോകേണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊന്നും പറയാതെയാണ് കാർത്തിക് സൂര്യ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടുള്ളത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കാർത്തിക് സൂര്യ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ അതേപടി ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അതായിരിക്കാം ഇങ്ങനെ പറയാനുള്ള ഒരു കാര്യം. ഇതാണ് ഞാൻ സംസാരിക്കായിരുന്നത്. എനിക്കറിയാം നിങ്ങളുടെ സംസാരിച്ച് വരുമ്പോൾ ഈ കോളത്തിലാവും. ഭയങ്കര വിഷമത്തിലായി ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആയപ്പോഴത്തേക്കും കൊണ്ട് താങ്ങാൻ പറ്റണില്ലായിരുന്നു. എല്ലാ ദിവസവും ഇരുന്ന് കുടിക്കും. കണ്ണൻ്റെ കല്യാണം റിസപ്ഷൻ്റെ അന്നാണ് ഞാൻ അവസാനമായിട്ട് കുടിച്ചത്. ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആർക്ക് നഷ്ടം? എൻ്റെ വീട്ടുകാർക്ക് നഷ്ടം. നോക്കൂല, ജീവിതത്തിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ സൗകര്യമില്ല. കാർത്തിക് ഭായ് ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിച്ച ഒരു കാര്യമൊക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങളിൽ നിന്ന് ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളും മനുഷ്യനാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ കുടിച്ച് അവശനായി ഒരുപാട് വിഷമത്തിലായി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കൊന്നുമല്ല. വളരെ ചില്ലായിട്ട് വളരെ സിമ്പിളായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുമായിരുന്ന ഒരാളായിരുന്നു നിങ്ങൾ. പക്ഷെ എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയുന്നില്ല. എന്താ പറ്റിയത് എന്നുള്ളത് അറിയുന്നില്ല. നിങ്ങളുടെ വിഷമത്തിൽ പങ്കുചേരുന്നു. അടുത്ത കുറേ പേര് ഇങ്ങനെ ചോദിക്കും, യവൻ ആങ്കറും ചെയ്ത് വ്ളോഗും ചെയ്ത് നടക്കണവനല്ലേ, യവൻ എന്തിനാണ് ഇത്ര എംപ്ലോയീസിൻ്റെയൊക്കെ ആവശ്യം? ഞാൻ കാരണം ഒരു 6 കുടുംബം ജീവിക്കുകയാണെങ്കിൽ ഐ ഫീൽ പ്രൗഡ്. ഒരുപാട് ബിസിനസ് ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും, പൊളിഞ്ഞു പോവും. പൈസ മാത്രമാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ബിസിനസ്സിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു. എനിക്ക് വ്ളോഗിലോട്ടൊന്നും ഇറക്കണ്ടായിരുന്നു. നമ്മൾ പൈസ ഉണ്ടാക്കിയാലേ നമുക്കത് എന്തിലോട്ടെങ്കിലുമൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരുപാട് ആൾക്കാരുടെ ജീവിതം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള തോട്ടാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ. മനുഷ്യനല്ലേ, വിഷമം വരൂല്ലേ. ഞാൻ ഓക്കെയാണ് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞു. കാർത്തികേ, പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അത് അനുഭവിച്ചവർക്കേ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കേവലം ഇങ്ങനെ വന്നിട്ട് നിങ്ങളുടെ ഒരു ഇമോഷൻസ് കാണുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യല്ലേ ബായി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും അർത്ഥമില്ല. പക്ഷേ ആരാണ് കാർത്തിക് സൂര്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർത്തിക് സൂര്യ പലരെയും ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം കാർത്തിക് സൂര്യയിൽ നിന്ന് കിട്ടുന്ന ഔട്ടിന് ഒരു പവർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ കാർത്തിക് സൂര്യ ഇങ്ങനെ കരയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് കാണുന്ന ഏതൊരാളായി കഴിഞ്ഞാലും അവർക്ക് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കാം. കുറച്ച് പേര് എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഐ വിൽ ട്രൈ ടു മേക്ക് ദിസ് വേൾഡ് എ ബെറ്റർ പ്ലേസ് ഫോർ എവർ. അതാണ് ഞാൻ വാഴ. ഓക്കെ, ഞാൻ ഇനി ഓവറാക്കാനില്ല. എനിക്കറിയില്ല ഗൈസ് ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ചിലപ്പോൾ ഞാൻ വലിയൊരു തോൽവിയായിരിക്കും, പക്ഷെ സന്തോഷവാനായ ഒരു തോൽവിയായിരിക്കും. ഞാൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തിട്ടാണല്ലോ. ഞാൻ വിഷമിക്കില്ല, കാരണം ഞാൻ വിഷമിക്കുന്ന വേണ്ട, എൻ്റെ വീട്ടുകാരും വിഷമിക്കും. കാർത്തികയെ, നീ വിഷമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാർ മാത്രമല്ല കാർത്തികയെ, നിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതൊരു വിഷമം തന്നെയാണ്. കാരണം എനിക്കടക്കം അതൊരു വിഷമം തന്നെയാണ്. അല്ലേ, നല്ലതായിട്ട് തന്നെ ഞാൻ പോകും ഗൈസ്. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുന്നു, പക്ഷേ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കാർത്തികേ, നല്ല അടിപൊളി ഒരു പെണ്ണ് വരുവാടാ, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന, അവളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് നിനക്കും മാറാൻ പറ്റുന്ന ഒരു സമയം വരുമടാ എൻ്റെ കാർത്തിക് സൂര്യ.
ആ ഒരു സമയം വരാനുള്ളതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ഒരു ബ്രേക്കപ്പ്. അതല്ലാതെ അതിനെ തലക്കെടുത്ത് കുടിച്ച് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാർത്തിക് സൂര്യയെ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നമ്മുടെ എനർജറ്റിക് ആയിട്ടുള്ള കാർത്തിക് സൂര്യയാണ്. നമ്മുടെ ആ മുത്തുമണീനെയാണ് നമുക്ക് വേണ്ടത്. ആ പഴയ മോളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആർത്ത് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാർത്തിക് സൂര്യ ഉണ്ടല്ലോ, ആ കാർത്തിക് സൂര്യയെ നമുക്ക് വേണം. അപ്പൊ അതുകൊണ്ട് കാർത്തികേ, അതൊക്കെ വിട്ട് കളയടാ. നിനക്കൊരു കാലം വരാനുണ്ട്, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണുമായിട്ടുള്ള ഒരു ജീവിതം നിനക്ക് വരാനുണ്ട്. ആ ജീവിതത്തിൻ്റെ തുടക്കമായിട്ട് ഇത് കാണണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് വളരെ നല്ല ഭാഷയിൽ തന്നെ പറയുന്നു. നിർത്തുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.